ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ദിവസങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായ സായുധ സേനകൾക്കായി നീക്കിവെച്ചിട്ടുള്ള ദിവസങ്ങൾ. അവരുടെ ത്യാഗങ്ങളെയും സേവനങ്ങളെയും ഓർക്കാനുള്ള ഈ ദിവസങ്ങളിലൂടെ നമുക്ക് ഒരുമിച്ചൊന്ന് സഞ്ചരിച്ചാലോ? അപ്പോ സ്ക്രീനിൽ കാണുന്ന ഈ ചോദ്യം ഞാൻ നിങ്ങളോട് നേരിട്ട് ചോദിക്കുകയാണ്. നമ്മുടെ രാജ്യരക്ഷാസേനകളുടെ ഈ പ്രത്യേക ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. സാരമില്ല, നമുക്കൊരുമിച്ച് ഇതൊക്കെയൊന്ന് ഓർത്തെടുക്കാം, അല്ലേ? ഓക്കേ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ഈ കാലണ്ടർ യാത്ര നമ്മൾ തുടങ്ങുന്നത് കരസേനയിൽ നിന്നാണ്. ഇന്ത്യൻ ആർമി. വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെയാണ് അവരുടെ ദിവസം വരുന്നത്. അതെ, നമ്മൾ അധികം കാത്തിരിക്കേണ്ട. വർഷത്തിലെ ആദ്യ മാസം ജനുവരിയിൽ തന്നെയാണ് ആ ദിവസം. ആ ഡേറ്റ് ഏതാന്നല്ലേ? ഇതാ 15. അതെ, ജനുവരി 15. അതാണ് ഇന്ത്യൻ ആർമിയുടെ, നമ്മുടെ കരസേനയെ, നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കുന്ന ആ ധീര ജവാന്മാരെ നമ്മളെല്ലാവരും ഓർക്കുന്ന, ആദരിക്കുന്ന ഒരു സുപ്രധാന ദിവസം. ശരി, അപ്പോൾ ജാനുവരി കഴിഞ്ഞു. ഇനി അടുത്തതേതാണെന്ന് നോക്കാം. അധിക ദൂരെയൊന്നുമല്ല. നമ്മുടെ യാത്ര നേരെ പോകുന്നത് തീരസംരക്ഷണ സേനയിലേക്കാണ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. പറഞ്ഞ പോലെ ജനുവരി കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസം തന്നെ ഫെബ്രുവരിയിലാണ് നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട ദിവസം. അതും വർഷത്തിലെ ഏറ്റവും ചെറിയ മാസത്തിന്റെ ആദ്യത്തെ ദിവസം തന്നെ, 1-ാം തീയതി. ഫെബ്രുവരി 1, അതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം. നമ്മുടെ കടലും തീരപ്രദേശങ്ങളുമൊക്കെ സുരക്ഷിതമായി കാക്കുന്നവരെ നമ്മൾ ആദരിക്കുന്നൊരു ദിവസം. ഓക്കേ, അപ്പോൾ നമ്മൾ കരയും കടലും കഴിഞ്ഞു. ഇനിയെന്നോട്ടാ നേരെ ആകാശത്തേക്ക്. അതെ, നമ്മുടെ അടുത്ത ആദരം ആകാശത്തിന്റെ കാവൽക്കാരായ ഇന്ത്യൻ എയർഫോഴ്സിനാണ്. പക്ഷേ ഇതിനായിട്ട് നമുക്ക് കാലണ്ടറിൽ കുറച്ചൊന്ന് മുന്നോട്ടു പോകണം. ഫെബ്രുവരിയിൽ നിന്ന് ചാടി വർഷാവസാനത്തോടടുത്ത് ഒക്ടോബർ മാസത്തിലേക്ക്. തീയതി ഏതാണെന്നല്ലേ? 8. ഓർത്തുവെക്കാൻ എളുപ്പമുള്ളൊരു നമ്പർ. യെസ്, ഒക്ടോബർ 8, ഇന്ത്യൻ എയർഫോഴ്സ് ദിനം. ആകാശത്ത് നമ്മുടെ രാജ്യത്തിന് കാവലായി നിൽക്കുന്ന വ്യോമസേനയുടെ കരുത്തും ധൈര്യവുമൊക്കെ നമ്മൾ സ്മരിക്കുന്ന ആ ദിവസം. അങ്ങനെ നമ്മൾ ഈ വർഷത്തിലൂടെയുള്ള നമ്മുടെ ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അവസാനമായി നമ്മൾ ഓർക്കുന്നത് ഇന്ത്യൻ നേവിയെയാണ്, നമ്മുടെ നാവികസേനയെ. ഈ യാത്ര അവസാനിക്കുന്നത് വർഷത്തിന്റെ ഏറ്റവും അവസാനത്തെ മാസത്തിലാണ്, ഡിസംബറിൽ. അപ്പോൾ നമ്മുടെ ഈ ലിസ്റ്റിലെ അവസാനത്തെ ആ പ്രധാനപ്പെട്ട തീയതി ഇതാണ് 4. ഡിസംബർ 4, ഇന്ത്യൻ നേവി ഡേ. നമ്മുടെ സമുദ്രാതിർത്തികൾ കാക്കുന്ന, രാജ്യസുരക്ഷയിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിക്കുന്ന നമ്മുടെ നാവികരെ നമ്മൾ ആദരിക്കുന്ന ദിവസം. അപ്പോൾ 4 സേനകൾ, 4 പ്രധാനപ്പെട്ട ദിവസങ്ങൾ നമ്മളെല്ലാം കവർ ചെയ്തു. ഇനി ഇതൊന്നും മറന്നുപോകാതിരിക്കാൻ നമുക്ക് എല്ലാം കൂടി ഒന്നുകൂടി പെട്ടെന്ന് നോക്കിയാലോ? ശരി, ഒന്നുകൂടി ഉറപ്പിക്കാം. ഇന്ത്യൻ ആർമി ജനുവരി 15, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഫെബ്രുവരി 1, ഇന്ത്യൻ എയർഫോഴ്സ് ഒക്ടോബർ 8, പിന്നെ ഇന്ത്യൻ നേവി ഡിസംബർ 4. ഈ 4 തീയതികളും ഇനി മനസ്സിലുണ്ടാവുമല്ലോ അല്ലേ? പക്ഷേ ഈ തീയതികൾ ഓർത്തുവെക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഈ ദിവസങ്ങൾ അവരെ പ്രത്യേകം ഓർക്കാനുള്ളതാണ്, ശരി തന്നെ. പക്ഷേ നമ്മുടെ സൈനികരോടുള്ള ആദരവ് അത് ഒരു ദിവസത്തേക്ക് മാത്രമുള്ളതല്ല. വർഷത്തിലെ എല്ലാ ദിവസവും നമ്മുടെ മനസ്സിൽ വേണ്ട ഒന്നാണ്. അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ദിവസങ്ങളുടെയൊക്കെ പ്രാധാന്യം നമ്മളിപ്പോൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഈ കാവൽക്കാരെ ആദരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെ സാധിക്കും? ഇതൊന്ന് ആലോചിച്ച് നോക്കൂ.